വാർത്തകളിലേക്ക് വിശദമായി. പ്രശസ്ത സംഗീതജ്ഞൻ KG ജയൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. തൃപ്പൂണിത്തുറയിലെ വസതിയിലായിരുന്നു അന്ത്യം. 60 ആണ്ടിന്റെ സംഗീത സബരിക്കാണ് തിരശ്ശീല വീഴുന്നത്. വിവരങ്ങളുമായി അതുല്യ ചേരുന്നു. അതുല്യ, മലയാളി ഒരിക്കലും മറക്കാത്ത സംഗീത പ്രതിഭയാണ് വിട പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ഓർത്തെടുക്കാം അദ്ദേഹത്തിന്റെ സംഭാവനകളെ? ലിബീഷ്, 63 വർഷത്തോളം നീണ്ട ഒരു സംഗീത സബരിക്കാണ് ഇപ്പോൾ അന്ത്യമായിരിക്കുന്നത്. ഒരു കാലത്ത് മലയാളികളുടെ ഭക്ത മനസ്സുകളുടെ സ്വരം തന്നെ KG ജയൻ്റേതായിരുന്നു. മലയാളികളുടെ മനസ്സിൽ എല്ലാ കാലത്തും ആദ്യം ഓടിയെത്തുന്ന, ഇപ്പോഴും വൃശ്ചിക മാസത്തിൽ മലയാളികളുടെ വീടുകളെയെല്ലാം ഭക്തി നിർഭരമാക്കുന്നത് KG ജയൻ്റെ ശബ്ദം തന്നെയാണ്. ഇവർ ജയവിജയന്മാർ എന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരനായിരുന്ന KG വിജയനും ചേർന്നാണ് മലയാളത്തിലെ ഈ ഒരു ഭക്തിഗാന ധാരയ്ക്ക് തന്നെ തുടക്കമിട്ടത് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹം സംഗീതം അഭ്യസിക്കുകയും അതുപോലെ തന്നെ ചെമ്പൈ, വൈദ്യനാഥ ഭാഗവതർ അടക്കമുള്ളവരുടെ കീഴിൽ അദ്ദേഹം അവരുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് ആ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പാട്ടുകൾ ചിട്ടപ്പെടുത്താനും സംഗീതങ്ങൾ ഈണം നൽകാനും എന്തിന് ഗാനരചന വരെ ഇദ്ദേഹം സ്വന്തമായി നിർവഹിച്ചിരുന്നു. ഈ 90-ാമത്തെ വയസ്സിൽ അദ്ദേഹം ലോകത്തോട് വിട പറയുമ്പോൾ പോലും 60-ലേറെ വർഷം, 63-64 വർഷത്തെ സംഗീത സബരിക്ക് തുടക്കം കുറിച്ചു എന്ന് പറയുമ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 24-25 വയസ്സിൽ അദ്ദേഹം തൻ്റെ ആദ്യത്തെ ഗാനത്തിന് ഈണം നൽകുകയും തൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു യാത്ര ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 1986 ഇദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരനായിരുന്ന KG വിജയൻ്റെ മരണത്തിന് ശേഷം ഇദ്ദേഹം പിന്നീട് തനിച്ചും നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഇദ്ദേഹം തൻ്റെ നവതി ആഘോഷിച്ചത്. അതിനുശേഷം സംഗീത യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമാ ലോകത്തേക്ക് അദ്ദേഹം കടന്നു വന്നത് 1968-ലാണ്. ചലച്ചിത്ര ഗാനങ്ങളെക്കാൾ ഉപരി ഭക്തിഗാന രംഗത്താണ് അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്നതും കൂടുതൽ വർക്കുകൾ ചെയ്തിരിക്കുന്നതും ഭക്തിഗാന രംഗത്താണ്. എങ്കിൽ പോലും സിനിമയിലെ എണ്ണം പറഞ്ഞ ചില ഗാനങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പേരിലാണുള്ളത്. 1968 പുറത്തിറങ്ങിയ ഭൂമിയിലെ മാലാഖമാർ ആണ് ആദ്യ സിനിമ. അതുപോലെ തന്നെ വളരെ ഹൃദയഹാരിയായ നക്ഷത്രദീപങ്ങൾ തിളങ്ങി എന്ന ഗാനം, ഒരു ഭക്തിഗാനത്തിൻ്റെ തന്നെ ഒരു രീതിയിലുള്ള നക്ഷത്രദീപങ്ങൾ തിളങ്ങി എന്ന ഗാനം മലയാളികൾ വളരെയധികം ഏറ്റെടുത്തിരുന്നു. അതുപോലെ തന്നെ ഭക്തിഗാനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ മലയാളിയുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പ്രണയവും ഭക്തിയും ഒരേപോലെ നിറങ്ങി നിൽക്കുന്ന നിരവധി ഗാനങ്ങൾ ഇദ്ദേഹത്തിൻ്റെതാണ്. രാധതൻ പ്രേമത്തോടാണോ എന്ന് എടുത്തു പറയേണ്ട ഒരു ഗാനമാണ്. ഇപ്പോഴും ഭക്തിക്കപ്പുറം അല്ലെങ്കിൽ ഒരു ഭക്തിയും പ്രണയവും രണ്ട് തട്ടുകളിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്ന ആ ഗാനം ഇപ്പോഴും എല്ലാവർക്കും എന്നും പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഒരു പിടി അവിലുമായി, കൃഷ്ണൻ്റെ സന്നിധിയിലേക്ക് ഭക്തകുചേലൻ എത്തുന്ന ഒരു പിടി അവിലുമായി എന്ന ഗാനം, മാളികപ്പുറത്തമ്മ, ഇത്തരത്തിലുള്ള ഗാനങ്ങളെല്ലാം എല്ലാ കാലത്തും മലയാളി ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവയാണ്. ഇനിയും അത് അങ്ങനെ തന്നെ തുടരും. എന്തായാലും മലയാള സിനിമാ ലോകത്തെയും അതുപോലെ തന്നെ മലയാളത്തിലെ ഭക്തിഗാന രംഗത്തെയും കുറച്ചു കാലമായി ഭക്തിഗാനങ്ങളുടെ ശൈലിയും മറ്റുമെല്ലാം മാറി വരുന്ന ഇക്കാലത്തും ആ പഴയ നിത്യഹരിത ഗാനങ്ങൾ ഈ തുടർന്ന് നിൽക്കുന്നതിനൊരു കാരണം ഒരുപക്ഷെ ഇദ്ദേഹത്തെ പോലെയുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും ഇതൊരു തീരാ നഷ്ടമായിരിക്കും. മാത്രമല്ല മലയാളത്തിൻ്റെ തന്നെ ഭക്തിഗാന രംഗത്തിന് വളരെ വലിയ നികത്താനാവാത്തൊരു വിടവ് സൃഷ്ടിച്ചാണ് ഇപ്പോൾ KG ജയൻ മറഞ്ഞു പോയിരിക്കുന്നത്. ലിബീഷ്.